നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളോട് വൈദ്യുതി ലാഭിക്കണമെന്ന ദിവസവും ഉപദേശം. അനാവശ്യ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യണമെന്ന മുന്നറിയിപ്പ്. ആവശ്യമായാൽ പവർ കട്ടും. പക്ഷേ ഈ നിയമങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണോ? അല്ല എന്ന് തെളിയിക്കുന്ന കുറച്ച് ദൃശ്യങ്ങൾ കണ്ടാലോ? നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കോട്ടയം RTO ഓഫീസിൽ ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ്. രാവിലെ 7:50. ഓഫീസിൽ ജീവനക്കാരില്ല, പൊതുജനങ്ങളില്ല. എന്നാൽ ലൈറ്റുകൾ മുഴുവൻ കത്തുന്നു, ഫാനുകൾ മുഴുവൻ കറങ്ങുന്നു. 5 ഫാനുകളും 5 ലൈറ്റുകളും ഒരാളുമില്ലാത്ത ഓഫീസിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇത് അശ്രദ്ധയാണോ, അല്ലെങ്കിൽ സർക്കാർ പണമല്ലേ എന്നുള്ളൊരു മനോഭാവമാണോ? കാരണം സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ ഒരാൾ പോലും ഇങ്ങനെ ലൈറ്റും ഫാനും ഓണാക്കി പോവില്ല. പക്ഷേ സർക്കാർ ഓഫീസുകളിൽ എത്തുമ്പോൾ ഉത്തരവാദിത്തം എങ്ങോട്ടോ അപ്രത്യക്ഷമാകുന്നു. വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നല്ല, സാധാരണ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും അശ്രദ്ധ മാത്രമല്ല, ജനങ്ങളുടെ പണം പാഴാക്കൽ തന്നെയാണ്. ഒരു ഭാഗത്ത് ജനങ്ങളോട് വൈദ്യുതി ലാഭിക്കൂ എന്ന് പറയുന്ന സർക്കാർ, മറ്റൊരു ഭാഗത്ത് അതേ സർക്കാരിന്റെ ഓഫീസുകളിൽ ആരുമില്ലാത്ത മുറികളിൽ ലൈറ്റും ഫാനും മണിക്കൂറുകളോളം ഓണാക്കിയിടുന്നു. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നിയമങ്ങളും ഉപദേശങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്ക് മാത്രം, പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്: വൈദ്യുതി ലാഭിക്കേണ്ട ബാധ്യത പൊതുജനങ്ങൾക്ക് മാത്രമാണോ എന്ന്. ജനങ്ങൾ 1 യൂണിറ്റ് കറണ്ട് അധികം ഉപയോഗിച്ചാൽ ബോധവൽക്കരണം, ബില്ല്, പവർ കട്ട് എല്ലാം വരും. പക്ഷേ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിൽ വൈദ്യുതി പാഴാക്കുമ്പോൾ ആരാണ് ചോദ്യം ചെയ്യാനുള്ളത്? മാതൃകയാകേണ്ട സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളോട് ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുവാൻ എന്ത് ധാർമ്മിക അവകാശമാണ് ബാക്കി? ഇത് ചെറിയൊരു വീഴ്ചയായി തള്ളിക്കളയേണ്ട വിഷയമല്ല. പൊതുസമ്പത്തിനെ എത്ര ലാഘവത്തോടെയാണ് ചിലർ കാണുന്നതെന്ന് തെളിയിക്കുന്ന ഉദാഹരണമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വെറും അശ്രദ്ധയാണോ അതോ പൊതുപണത്തിനോടുള്ള അനാസ്ഥയോ? പ്രതികരിക്കും.